മിസ്സിസ് പാർവതി തങ്കപ്പൻ നായർ? അതെ. അമ്മയ്ക്കാ അച്ചേട്ടന്റെ കത്ത്. ഞാൻ ഇന്നലെ വിചാരിച്ചു അച്ഛന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. അവന്റെ വിവരം അറിയാത്തതുകൊണ്ട് നിനക്ക് ഉറക്കത്തിന് വല്ല തടസ്സം ഉണ്ടായോ? സ്വന്തം കൂടപ്പുറപ്പിന്റെ മകനല്ലേ, അവനോട് എന്തിനാ എങ്ങനെ കെറിവ്? അവൻ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ. അവൻ വല്ല ബോംബെയിലും തെണ്ടിത്തിരിഞ്ഞ് പഴയ്ക്കുന്നുണ്ടാവും. അല്ല അച്ഛാ, ഇത് ദുബായിൽ നിന്ന് എഴുതിയതാ. എന്താ എഴുതിയിരിക്കുന്നറിയാലോ? നിങ്ങൾക്ക് ആർക്കും അല്ല, എനിക്ക് അവൻ എഴുതിയിരിക്കുന്നു. ഇങ്ങോട്ട് താ, ഞാൻ വായിച്ചോളാം. നീ പൊട്ടിക്ക. പ്രിയപ്പെട്ട അമ്മായി, എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം. അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എന്റെ അമ്മാവനോട് യാത്ര ചോദിക്കാതെ പോന്നതിൽ ഞാനിപ്പോൾ നീറുകയാണ് അമ്മായി, നീറുകയാണ്. വിസയ്ക്കുള്ള കാശ് അമ്മാവൻ തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങനെ ചെയ്തു. അമ്മാവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് മാപ്പ് തരാൻ അമ്മാവനോട് പറയുക. എന്നിട്ടും അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു അറബി മുതലാളിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ഇപ്പോൾ ആ അറബി മുതലാളിക്ക് അച്യുതൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങേരുടെ പല പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഇപ്പോൾ എന്റെ മേൽനോട്ടത്തിലാണ്. എല്ലാ അമ്മാവന്റെ അമ്മായിയുടെ അനുഗ്രഹം. എനിക്ക് ഇഷ്ടമുള്ള അത്രയും റിയാല് ശമ്പളമായി എടുത്തോളാനാണ് അറബി അങ്കിൾ പറഞ്ഞിരിക്കുന്നത്. നന്ദിനിയുടെ നന്ദിനിയുടെ കല്യാണക്കാര്യമൊക്കെ എന്തായി? ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മാവന്റെ കാലിൽ തൊട്ട് വന്നിച്ച് എന്റെ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം. ശേഷം നേരിൽ സ്വന്തം അച്യുതൻ. ഇപ്പൊ മനസ്സിലായോ? ആ കുട്ടിയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താതിരിക്കില്ല. മുറിയിലൊന്നും വെള്ളമില്ലല്ലോ. ആളുകൾക്ക് കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? വേഗം വെള്ളം എടുത്തോളാം. നമുക്ക് ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റൗവും പാത്രമൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചോട്ടെ. ചുവരിലാ കരിയാ. പുറത്ത് വെച്ചാ സ്റ്റൗ കാറ്റുകൊണ്ട് കത്തില്ല കോയ. കത്തുന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ. ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല. മാത്രമല്ല നാട്ടിലുള്ള വല്ല ചെറുത്താന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീരും. ആളും കൂടുതലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന ഞമ്മക്ക് പ്രാന്താന്നാ ഉമ്മ പറയുന്നത്. വളരെ ശരിയാ. നിങ്ങളെപ്പോലെ താസാമികളെ താമസിപ്പിക്കുന്നത് ഞമ്മക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയെ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാടക തരില്ല എന്ന്? എപ്പോ? നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം കൂടി 100 രൂപയായി. അല്ല, ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് നമ്മളോട് വല്ല ദേഷ്യമുണ്ടോ? നിങ്ങൾ അമ്മ നമ്മളെ പിടിച്ച് ജയിലിന്റെ അകത്താക്കും. മാഷേ, അതൊന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നാ മതി. ബാക്കി പവിത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയമുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സൽ ആണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണോ? അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ, നാദിയ മൊയ്തു, ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടമ്മിൽ പെയിന്റ് അടിക്കല്ലേ. നമുക്കിത് നോക്കാം. ഇതാ പിടിച്ചോളൂ. ഇത് കറക്റ്റ് അറബി. അങ്ങോട്ടിടേ സാറേ. അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ അറുപത് മുതലാളി. എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവലെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്തു? അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസയിൽ നിന്ന് കുറെ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. എന്താ
അച്യുത് മാമ അദാനി അദാനി എന്ത് ഗവാദ്. അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സാത്തേക് സാത്തേക് സാത്തേക്. നീ ഒരു കസേര എടുത്തോ. ഒരു കസേര എടുത്തോ. ബബ്ബറു സാത്തേക്. അമ്മ സാത്തേക്. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ത ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. ഓ നമസ്കാരം. മൈ ബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ. കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോറയാ? അച്യുത് മാമ കലാമി സേവിധാൻ. എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അച്യുത് മാമ കലാമി സേവിധാൻ. സൊന്നാദ് മധു കാട്ടിക്. അല്ല, ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം ആര് പറഞ്ഞു മലയാളം? വരുന്ന വഴിക്ക് കുടിച്ചു. അത് ബരന്ന ബഴക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അയ്യേ വീണ്ടും വിട്ടോ. തീപ്പെട്ടി ഉണ്ടോ? ലൈറ്റ് ഇറങ്ങി വന്നിട്ട് പോ. ഇത് കൊള്ളാമെന്ന് ലൈറ്റ് ഒന്നും തന്നിട്ട് കൂടാ. ഇങ്ങനെ ചോര ദ്രോഹി.
നീ വിചാരിച്ചു പുരികിട്ടത്തില്ലെന്നില്ലേ? നീ എന്നെ ലൈറ്റ് കൊണ്ട് അയ്യോ ആള് മാറിപ്പോയ നീയാ. അവിടെ നിങ്ങളാവേ, അവിടെ നിൽക്കേ. ഇടം നിങ്ങളാവേ, ഇടം നിന്നെ ഇന്ന് ഞാൻ ബാഗ് പോയി. അയ്യോ അയ്യോ, ഒന്ന് പിടിച്ചോളെ. സൈക്കിൾ ചവിട്ടി എന്റെ അട പോരു പോയാ. എന്ത് പറ്റി? അമ്മാവിന്റെ ബസ് ഡ്രൈവർ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ. പിശാച് വരുന്നു. എവിടെയാ തണ്ടി? ആര്? ആ സൈക്കിൾ വന്നില്ലേ, അവൻ തന്നെ. എന്താ കാര്യം? എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു. ഇത് കണ്ടോ, എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ. അടിച്ചവന്റെ മോന്ത ഞാൻ കിടക്കും. എടാ ഉസ്മാനെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. നിന്നെ ഇന്ന് ചങ്ങലക്കിടാൻ ഞാൻ വിടില്ല. ചങ്ങലയോ? അതിന് എന്റെ പൊന്ന് സാറെ, ക്ഷമിച്ചുകളാ. ലോകത്തൊരു ഡോക്ടർമാരില്ലേ ഇനി അവനെ ചികിത്സിക്കാൻ. എന്റെ അനിയന എന്ത് ചെയ്യാനാ, പ്രാന്തായിപ്പോയി. ഭ്രാന്തോ? പ്രാന്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്തിട്ട് ആരെങ്കിലും എറിയും. അത് പോലും പുതിയ ഭ്രാന്താണല്ലോ. അതെ, ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും. എന്തോന്ന്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട്, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. അല്ല, എന്താന്ന് പേരാ പറഞ്ഞേ? ലൈട്രോഫോബിയ.